നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെങ്ങാനും ഇനി UDFന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടി ഉറപ്പാണെന്നുള്ള കാര്യം ആർക്കും തർക്കമില്ല. കോൺഗ്രസിലും തർക്കമില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തർക്കമില്ല. കാരണം ഏതാണ്ട് 4 പേർ ഇപ്പോൾ തന്നെ സജ്ജരായി നിൽക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ അടി പൊട്ടും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഹൈക്കമാൻഡ് ഇടപെട്ട് ഒരാളെ പ്രഖ്യാപിക്കാൻ, നിയമസഭാ കക്ഷി നേതാവായി ഒരാളെ പ്രഖ്യാപിച്ചാൽ പോലും അത് വലിയ ഒരു പ്രക്ഷുബ്ധാവസ്ഥ കേരളത്തിലെ കോൺഗ്രസിലുണ്ടാക്കും. അതുകൊണ്ടാണ് ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞത്. എന്നാൽ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ ഈ 4 പേരിൽ ഒരാളെ മാത്രമാണല്ലോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. ഈ 4 പേർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ എന്തു ചെയ്യും? മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനും കഴിയില്ല, തിരഞ്ഞെടുക്കാതിരിക്കാനും കഴിയില്ല. അങ്ങനെയാണല്ലോ. ഈ 4 പേർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നീണ്ടുപോകും. പിന്നെ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡ് ഇവർ 4 പേരെയും അനുനയിപ്പിച്ച് നിർത്തി ഒരാളെ മുഖ്യമന്ത്രി ആക്കേണ്ടി വരും. അതൊക്കെ വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. എത്ര കോൺഗ്രസ്സിൽ ഒരാളെ, ഒരു MLA, ഒരു പഞ്ചായത്ത് സ്ഥലത്തിലൊരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പോലും ഇത്രയേറെ ബുദ്ധിമുട്ടാണ്. പിന്നെ കോൺഗ്രസ്സിനൊരു മുഖ്യമന്ത്രിയെ കിട്ടിയാൽ അത് ഏത് വ്യക്തിക്കാണ് നൽകേണ്ടത് നിശ്ചയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കർണാടകയിലൊക്കെ 3 ആഴ്ച കൊണ്ടാണ് സിദ്ധാരാമയ്യെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. ശിവകുമാർ അവസാന നിമിഷം വരെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ ഈ 4 ഒരു പേരുണ്ടത്രേ. അത് മറ്റാരുമല്ല, വേണമെങ്കിൽ ത്യാഗം ചെയ്യാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന സാക്ഷാൽ AK ആന്റണി. ഈ 4 പേർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ആ കുരിശ് താൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന സൂചന AK ആന്റണി ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ടത്രേ. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡിന് AK ആന്റണിയോട് താല്പര്യമുണ്ടാകും. കാരണം ഇന്ത്യയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസ്സുകാരനാണല്ലോ അദ്ദേഹം. ഇപ്പോൾ പതിയെ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ മാറിയിരിക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി അളക്കുന്ന ആളാണ് ആന്റണി അറിയാത്തൊരു കാര്യവും കേരളത്തിലെ കോൺഗ്രസ്സിൽ നടക്കുന്നില്ല. എല്ലാ ജില്ലകളിലും ആന്റണി വിചാരിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയ സംവിധാനവുമുണ്ട്. കാരണം കഴിഞ്ഞ 60 കൊല്ലമായി ആന്റണി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ AK ആന്റണിയെ നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചിലർ പറയുന്നത്. കാരണം അധികാരം വെള്ളിത്തലയിൽ വെച്ച് വീട്ടിയാൽ ഒരിക്കലും ആന്റണി വേണ്ടെന്ന് പറയില്ല. ആന്റണി ഒരിക്കലും പൂച്ച സന്യാസിയല്ല. അധികാരം വെള്ളിത്തലയിൽ വെച്ച് നീട്ടുന്നത് വരെ ആന്റണി മാറി നിൽക്കും. ഞാൻ പച്ചവെള്ളം ചവച്ചേ കുടിക്കുകയുള്ളൂ, കട്ടൻ ചായ ഊതി കുടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അധികാരം കിട്ടുന്ന ആ നിമിഷം മറ്റാരെക്കാളും മുമ്പിൽ AK ആന്റണി ഉണ്ടാവും. അതാണ് ഇതപര്യന്തമുള്ള ആന്റണിയുടെ ചരിത്രം. 77-78 ആദ്യം മുഖ്യമന്ത്രിയായത് മുതൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി, പ്രതിരോധ മന്ത്രിയായി 9 വർഷം ഇരുന്നത് വരെയുള്ള കാലത്ത് 2014 വീണ്ടും UPA, 3ാം UPA വന്നെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാനുള്ള നീക്കം വരെ അദ്ദേഹം നടത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയില്ല. എന്നാൽ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കൽ കൂടി വെള്ളിത്തളികയിൽ വെച്ച് ആരെങ്കിലും നീട്ടുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, AK ആന്റണി ആ വെള്ളിത്തളിക വാങ്ങിച്ചിരിക്കും. അങ്ങനെ ആന്റണിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള സമ്മതം ഉണ്ടോ എന്ന് ഹൈക്കമാൻഡിന് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ഈ 4 പേരും തമ്മിൽ അടിരൂക്ഷമായി കഴിഞ്ഞാൽ ത്യാഗം ചെയ്യാൻ സന്നദ്ധനായി AK ആന്റണി മുന്നോട്ട് വരും. ഹൈക്കമാൻഡിന് ആന്റണിയോട് എതിർപ്പുമില്ല. കാരണം മറ്റാരെക്കാളും ഹൈക്കമാൻഡിന് മനസ്സിൽ താല്പര്യം AK ആന്റണിക്ക് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞവരെക്കാളും എല്ലാത്തിനേക്കാളും ജനപിന്തുണയും അംഗീകാരവും ജനങ്ങളുടെ മനസ്സിലുമുള്ള നേതാവാണ് AK ആന്റണി. കേരളത്തിൽ AK ആന്റണിയത്തോളം ജനപ്രിയനായ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു നേതാവ് ഇപ്പോഴില്ല. നേരത്തെ കരുണാകരനുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അവരെല്ലാം കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. ഇപ്പോൾ ഉള്ളത് AK ആന്റണി മാത്രമാണ്. കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ മുഖ്യധാരയിൽ കാണുന്ന ഏത് കോൺഗ്രസ് നേതാക്കളെക്കാളും ഒരു പടി മുകളിലാണ് ജനങ്ങളുടെ മനസ്സിൽ AK ആന്റണിയുടെ സ്ഥാനം എന്നുള്ള കാര്യം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ AK ആന്റണിയെ ഒന്നുകൂടി പരീക്ഷിച്ചാൽ എന്താണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തോന്നിയാൽ ഹൈക്കമാൻഡിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അതായിരിക്കും കേരളത്തിലെ അവസ്ഥ. ആരും വിട്ടുകൊടുക്കില്ലാതെ വന്നാൽ, എല്ലാവർക്കും സമ്മതനായ ഒരാളായി AK ആന്റണി ഉയർന്നു വന്നാലോ? AK ആന്റണിക്ക് ഇപ്പോൾ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. 82 വയസ്സ് കഴിഞ്ഞു. പിണറായി വിജയനും അദ്ദേഹവും ഒക്കെ ഏറെക്കുറെ ഒരേ പ്രായത്തിൽപ്പെട്ടവരാണ്. 82 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 86 വയസ്സുള്ള മല്ലികാർജ്ജുന ഖാർഗെക്ക് കോൺഗ്രസ് പ്രസിഡന്റായി നാട് മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഓടി നടക്കങ്ങ്. പിന്നെ 82 കഴിഞ്ഞ AK ആന്റണിക്ക് ഈ 14 ജില്ല ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്താണ്? അങ്ങനെയും ആലോചിക്കുന്നവരുണ്ട്, അങ്ങനെയും ചിന്തിക്കുന്നവർ ഹൈക്കമാൻഡിലുണ്ട്. അതുകൊണ്ട് ആന്റണിയെ നമ്മൾ എഴുതി തള്ളരുത്. ആന്റണി മാരകമായ സംഹാരശേഷിയുള്ള ആളാണ്. ഏത് സമയവും അദ്ദേഹം മുന്നിലേക്ക് വന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാൻ മറ്റാരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ
പിന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുകയും UDFന് ഭൂരിപക്ഷം ലഭിക്കുകയും മുഖ്യമന്ത്രിയാകാൻ മറ്റേ ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ കസേരയിൽ AK ആൻ്റണി ഉണ്ടായിരിക്കും.